അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, SKICR MSB ഖുർആൻ പഠന ക്ലാസ്സിലെ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അജലിയായ കലാം, പരിശുദ്ധമായ ഖുർആൻ മനോഹരമായി പഠിക്കുവാനും അത് വശ്യമായി പാരായണം ചെയ്യുവാനും അള്ളാഹു നമുക്കേവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ പൊരുത്തത്തിലായി നമ്മുടെ ആയുസ്സിൻ്റെ ശിഷ്ടകാലം വിനിയോഗിക്കാൻ അള്ളാഹു നമുക്കേവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് എടുത്തത് നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് ഹിജായിയായ അക്ഷരങ്ങളിലെ ആദ്യത്തെ 3 അക്ഷരങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന ഹർക്കത്തുകളെ സംബന്ധിച്ചും നമ്മൾ പരിചയപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പഠിപ്പിച്ച് നിങ്ങളെ കൊച്ചാക്കുകയോ നിസ്സാരപ്പെടുത്തുകയല്ല, മറിച്ച് നമ്മുടെ കൂട്ടത്തിൽ ചെറുപ്പത്തിൽ പഠനത്തിന് സൗകര്യപ്പെടാത്ത, പഠിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ നമ്മൾ ക്ലാസ് ആരംഭിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച നമ്മൾ ഖുർആൻ ഓതണം എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എൻ്റെ ശബ്ദത്തിന് അല്പം പ്രശ്നമാണ്. ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഖുർആനിലൊരു ഭാഗം ഓതിവിടും. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ, നിങ്ങളെല്ലാവരും ഓതാൻ ധൈര്യപ്പെടുന്ന ആളുകൾ വാട്സപ്പിൽ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് സംരംഭം മനോഹരമാക്കണം. ഇന്ന് പഠിപ്പിക്കപ്പെടാൻ പോകുന്നത് ഹിജായിയായ അക്ഷരങ്ങളിലെ 4, 5, 6 എന്നീ അക്ഷരങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹർക്കത്തുകളെ സംബന്ധിച്ച് നമ്മൾ പ്രതിപാദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 3 അക്ഷരങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അത് നമുക്കൊന്ന് പെട്ടെന്ന് കണ്ണോടിച്ച് പോകാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു ഹർഫിൻ്റെ, ഒരു അക്ഷരത്തിൻ്റെ മുകളിൽ വരയിട്ടാൽ അതിനെ സംബന്ധിച്ച് ഫത്ഹ് എന്നാണല്ലോ പറയുക. ഫത്ഹ് കണ്ടില്ലേ? ഇനി അക്ഷരത്തിൻ്റെ അടിയിലാണ് വരായെങ്കിൽ അതിന് കസ്ർ. ഫത്ഹ് കസ്ർ. ഊകാരമാണെങ്കിൽ ഈ രൂപത്തിൽ ലൊമ്മാണ് ഉണ്ടാകുക. പിന്നീട് ഈ ഹർക്കത്തുകളൊന്നുമില്ലെങ്കിൽ, ഫത്ഹോ കസ്റോ ലൊമ്മോ ഇല്ലെങ്കിൽ അവിടെ പിന്നെ സുക്കൂനായിരിക്കും. സുക്കൂൻ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ അക്ഷരങ്ങളിൽ ഈ രൂപത്തിലാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ തൻവീൻ ഫത്ഹ്. ഇനി 2 കസ്റുകൾ അടുപ്പിച്ചിട്ട രൂപത്തിലാണെങ്കിൽ തൻവീൻ കസ്ർ. 2 ലൊമ്മുകളാണ് ഒരുമിച്ചിട്ടത് എങ്കിൽ തൻവീൻ ലൊം. ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഫത്ഹാക്കപ്പെട്ട അക്ഷരത്തെ നീട്ടാൻ അലിഫാണ് ഇടുക. ഇതാണ് ഇതിൻ്റെ സൂചന. അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഫത്ഹാക്കപ്പെട്ട അക്ഷരം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ബ. അത് നമുക്ക് നീട്ടണം, ബ എന്നാക്കണം. അപ്പോൾ അലിഫാണ് കൊടുക്കുക. ബി എന്നുള്ളത് കസ്റാക്കപ്പെട്ട അക്ഷരമാണ്. അതിനെ നീട്ടണം എന്നുണ്ടെങ്കിൽ ബി, അപ്പോൾ യാ ആണ് നൽകുക. ഇനി ബു ലൊമ്മാക്കപ്പെട്ട അക്ഷരമാണ്. അതിനെ നീട്ടണം എന്നുണ്ടെങ്കിൽ വാവാണ് നൽകുക, ബൂ. ഇനി ഇതിലുള്ള മറ്റുള്ളവയും നമുക്കൊന്ന് പരിചയപ്പെടാം. അലിഫ് നമ്മൾ പറഞ്ഞതാണല്ലോ. അലിഫ്, ബ, ത. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായി ആവർത്തിച്ച് പറയുന്നില്ല, കാരണം വീഡിയോ നീണ്ടുപോകുന്നതാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇന്ന് നമുക്ക് പഠിക്കാൻ ഉള്ള ഭാഗമാണ് ഈ അക്ഷരം. നോക്കൂ നിങ്ങൾ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള അക്ഷരം തന്നെയാണ്. ഏതാണ് ഈ അക്ഷരം? ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ്? എല്ലാവർക്കും അറിയാലോ. നോക്കാം. നാവിൻ്റെ തല മേലെ പല്ലുകളുടെ അടിയിൽ തട്ടിച്ചിട്ടാണ് ഈ അക്ഷരം ഉച്ചരിക്കേണ്ടത്. ഏതാണ് ഈ അക്ഷരത്തിൻ്റെ പേര്? അതിന് ഫത്ഹ് ഇട്ടാൽ സ, കസ്റിട്ടാൽ സി, ലൊം ഇട്ടാൽ സു. ഇനി സുക്കൂനായിട്ട് അസ്, പിന്നെ സൻ, സിൻ, സുൻ, സ, സി, സു. ഇനി സ എന്നുള്ളതിന് നമുക്കൊരു ഉദാഹരണം പറഞ്ഞാലോ.
അൽ കൗസർ അല്ലേ, ഇന്ന അഅ്തൈനാകൽ കൗസർ. സ കണ്ടോ, നിങ്ങൾ നോക്കി, കൗസർ, അൽ കൗസർ. പിന്നെ ഖുർആനിലെ മറ്റൊരു വാക്കാണ് സി എന്നുള്ളതിന് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. മസീലുൻ, സി, മസീലുൻ. ഇനി ലമ്മാക്കപ്പെട്ട സാഇനൊരു ഉദാഹരണം കൊടുക്കാം. സുല്ലത്തുൻ, സുല്ലത്തുൻ. ഇനി സുക്കൂനായ സാഇനൊരു ഉദാഹരണം അസ്ഖാലഹ. ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിൽ എല്ലാവരും മനസ്സിലാക്കണം. അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ അടിയിൽ വെച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള അക്ഷരമാണ് ഇത്. ഇതേതാണ് അക്ഷരം? എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്തവർക്ക് ഒരു ഉണർത്തൽ. ഏതാണ് അക്ഷരം? പറയൂ. ഇത് ജീം, ജീം, ജീം. അത് പറഞ്ഞോക്കൂ, ജീം. ജീം എന്നുള്ള അക്ഷരം പറയേണ്ടത് നാവിൻ്റെ നടുഭാഗം മുകളിലെ അണ്ണാക്കിലെ ആ പൊത്തിലേക്ക് ഉയരണം. ഏകദേശം തട്ടിയ രൂപത്തിലാണ് ജീം പറയേണ്ടത്. ജീം, ജീം. ഇനി അതിന് ഫത്ഹ് നൽകിയിട്ട് ജ, കസ്ർ നൽകി, ജി, ലൊമ്മ നൽകി. നോക്കൂ നിങ്ങൾ, ജു. സുക്കൂന് നൽകിയ രൂപം അജ്, അജ്. കാറ്റ് വരാൻ പാടില്ല. അജ്, അജ്. പിന്നെ തൻവീൻ ഫത്ഹ് നൽകിയാൽ ജൻ, ജിൻ. അടുത്തത് ജുൻ, ജ, ജി, ജു. ഇനി ജ എന്നുള്ളതിന്, ഫത്ഹാക്കപ്പെട്ട ജ എന്നുള്ളതിന് ഒരു ഉദാഹരണം നമുക്ക് പറയാം. ഏതാണ്? ഇദാ ജാഅ, ഇദാ ജാഅ. ഇതിൻ്റെ ശബ്ദം എന്താണ്, അടഞ്ഞ രൂപത്തിലാണെന്നുള്ളത്, അതുകൊണ്ടാണ് കുറച്ച് പ്രയാസമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പരിഹരിക്കാം. ഇദാ ജാഅ. ജി എന്നുള്ളതിന് ഉദാഹരണം ഫീ ജീദിഹ, ഫീ ജീദിഹ. ആ ജീമിനെ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നാവിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുക. ജ, ജി അല്ലേ. ഇനി ജു എന്നുള്ളതിന് നമുക്കൊരു ഉദാഹരണം പറയാം. ജോ ഐൻ, ജോ ഐൻ. ഇതിലേക്ക് ഓതണം, ഓരോ ആയത്തിലുള്ള വാക്കാണ്, അത് ഓതണം എന്നാണ് ആഗ്രഹം. പക്ഷേ അതിൻ്റെ ശബ്ദം ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓതുന്നില്ല. ജോ ഐൻ. ഇനി ജ് എന്നുള്ളതിനൊരു ഉദാഹരണം അജ്. അലം യജ്അൽ, അലം യജ്അൽ. കണ്ടോ നിങ്ങൾ വരയിട്ടിട്ടുള്ളത്, അലം യജ്അൽ. പിന്നെ ഞാൻ ഇത് ഈ രൂപത്തിൽ ക്ലാസ് നിങ്ങളിലേക്ക് വിട്ടു തരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ന്യൂനതകളൊക്കെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അത് പരിഹരിക്കാം. ഇനി നമുക്ക് അടുത്ത അക്ഷരം പരിചയപ്പെടാം. അടുത്ത അക്ഷരം ഏതാണ് നോക്കാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായതുപോലെ തന്നെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഈ അക്ഷരം ഏതാണ്? ഹ, ഹ, ഹ. തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ആ ഹാൻ്റെ റഹാവത്തൊക്കെ വെളിവാണ്. ഹ, ഹ അല്ലേ. അതിന് ഫത്ഹ് നൽകിയാൽ ഹ, ഹ. കസ്ർ നൽകിയാൽ ഹൈ. കണ്ടോ? പിന്നെ ഹോ, അഹ്, അഹ്. കണ്ടില്ലേ? ഹൻ, ഹൈൻ, ഹുൻ, ഹ, ഹൈ, ഹോ. ഇനി ഫത്ഹാക്കപ്പെട്ട ഹ ഇനി നമുക്കൊരു ഉദാഹരണം പറയാം. നോക്കാം നമുക്ക്. ഫത്ഹാക്കപ്പെട്ട ഹ ഇൻ ഹബ്ലുൻ, ഹബ്ലുൻ. ഇനി കസ്റാക്കപ്പെട്ട ഹ ഇനൊരു ഉദാഹരണം യുഹൈതൂന, യുഹൈതൂന. ഇനി ലമ്മാക്കപ്പെട്ട ഹ ഇന് അൽ ഹുതാമ, അൽ ഹുതാമ. കണ്ടില്ലേ? ഇനി സുക്കൂനാക്കപ്പെട്ട ഹ ഇന് ഉദാഹരണം യഹ്സബു, യഹ്സബു. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ലോങ് ആയി പോകും, അതിൻ്റെ ലെങ്ത്ത് കൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം. ഇത്രയും ഭാഗമാണ് ഇന്ന് എടുക്കുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ആവർത്തിച്ച് കേട്ട് അക്ഷരങ്ങൾ ശരിയാക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിച്ചു വെച്ച രൂപം ഇതിനെതിരാണെങ്കിൽ ഈ രൂപത്തിലാണ് പഠിക്കേണ്ടത്, ഈ രൂപത്തിൽ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബി അൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.